മുൻ ഡിവൈഎഫ്ഐ നേതാവ് വിനേഷിനെ മർദ്ദിച്ച കേസിൽ 3 ഡിവൈഎഫ്ഐ നേതാക്കളെ റിമാൻഡ് ചെയ്തു. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസ്, കൂനത്തറ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സുർജിത്, കിരൺ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. നാട്ടിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റാണ് വിനേഷെന്നും അദ്ദേഹത്തെ ആക്രമിച്ചത് ക്രിമിനലിസമാണെന്നും സിപിഎം നേതാവ് പി കെ ശശി പറഞ്ഞു. വിനേഷ് പാർട്ടിയുടെ സിപിഎമ്മിന്റെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഇപ്പോഴുണ്ടോ ഇല്ലെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഈ സംഭവം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരിക്കലും നീതീകരിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള സംഭവമാണ് ഇവിടെ നടന്നത്. ക്രിമിനലിസം, ഇത്തരം ക്രിമിനൽ പ്രവണതകളെ ഒരു കാരണവശാലും ആരും അംഗീകരിക്കാൻ പാടില്ല, നീതീകരിക്കത്തക്കതല്ല ഇത്. ജംഷീർ കൊടിഞ്ഞ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, ഈ വിനേഷിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ആരെയൊക്കെയാണ് റിമാൻഡ് ചെയ്തത്? അമൃത, വിനീഷിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. തലച്ചോറിൽ തീവ്രമായ രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. 48 മണിക്കൂർ വളരെ നിർണായകമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കൂർത്ത ആയുധം കൊണ്ട് അടിച്ച തലച്ചോറിന്, അതായത് തലച്ചോറിനകത്ത് വലിയ തരത്തിലുള്ള വീക്കവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പുറമേയല്ല, ആന്തരികമായിട്ടുള്ള ക്ഷതമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസ്, കൂനത്തറ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സുർജിത്, കിരൺ എന്നിവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഡിവൈഎഫ്ഐ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് വിമർശിച്ച്, അല്ലെങ്കിൽ അതിനെതിരെ കമന്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനം ഈ മുൻ ഡിവൈഎഫ്ഐ നേതാവിന് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ രാജേഷ്, അതായത് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആളെന്ന് പോലീസ് സംശയിക്കുന്ന ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.